ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് അമ്മൂട്ടി, അപ്പം എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഒരു ചലഞ്ച് വീഡിയോ ആണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. അമ്മൂട്ടി നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയല്ലേ? യെസ്. അപ്പം ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കാൻ തയ്യാറാണോ? ഞാൻ പിന്നെ അഭിനയിച്ചോണ്ടേ ഇരിക്കുകയല്ലേ. നമ്മൾ കുറെ റീൽസ് ഒക്കെ ചെയ്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമുക്ക് അന്നൊരു കമന്റ് ആണ്, എന്താണ് നമ്മുടെ ക്ലോറോഫോം ആക്ട് ചലഞ്ച്. ഒന്നുകൂടെ പറഞ്ഞു. ക്ലോറോഫോം ആക്ട് ചലഞ്ച്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ക്ലോറോഫോമിന് വേണ്ടിട്ട് എന്ത് ചെയ്യും? ക്ലോറോഫോം മാത്രം ഡമ്മിയാണ് കേട്ടോ, ആക്ടിങ് ഡമ്മിയാണ്, എല്ലാം ഡമ്മിയാണ് ഈ ഒരു വീഡിയോക്കകത്ത്. ബട്ട് എല്ലാം ഒരു മാത്രമേ ഉള്ളൂ ഒറിജിനൽ. ഒരു എല്ലാം ആക്ടിങ് ആണ്, ബട്ട് ആക്ട് പോലെയാണ് ചലഞ്ച്. അതായത് നമുക്ക് തന്ന ചലഞ്ചാണ് ഒരു ക്ലോറോഫോം ആക്ട് ചലഞ്ച്. ക്ലോറോഫോം കൊണ്ടുവയ്ക്കുന്നു, അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ചലഞ്ചായിട്ട് ചെയ്യാം. ബട്ട് അതിനകത്ത് നമ്മളൊരു ചലഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ അമ്മൂട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും. റെഡി? അപ്പം ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്താൽ അമ്മൂട്ടി. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ല ചൂട് കാലാവസ്ഥയൊക്കെയാണ്. അപ്പൊ നല്ല ചൂടായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് നമുക്ക് ഇവർക്ക് പ്രസന്റ് ചെയ്താലോ. നമ്മൾ സ്ഥിരമായിട്ട് റീൽസും പിന്നെ അതുപോലെ സീരീസും ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. ബട്ട് ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പകുതി നമ്മൾ അഭിനയിക്കണം, അല്ലേ അമ്മൂട്ടി? അതായത് ക്ലോറോഫോം കൊടുക്കുന്നതും ക്ലോറോഫോം വരുന്നതും അത് ഇങ്ങനെ ഇതെല്ലാം ആക്കണം. അതിനുശേഷം ഉള്ളതെല്ലാം അഭിനയമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് അഭിനയമാണ്. അഭിനയിച്ച് തകർക്കുകയാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ മുഴുവൻ വീട്ടിലാണ് ഇന്നത്തെ കഥകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. കഥ ഞാൻ പറഞ്ഞുതരാം. സ്ട്രേഞ്ചർ ആയിട്ട് ഒരാൾ വരുന്നു. നീ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിന്നെ പുറകിലൂടെ വന്നിട്ട് ക്ലോറോഫോം മണത്തുന്നു. അതിനുശേഷം ഞാൻ നിനക്ക് കുറച്ച് ചലഞ്ച് തരും. ആ ചലഞ്ച് നീ അക്സെപ്റ്റ് ചെയ്യുകയും ആ ചലഞ്ചിൽ നീ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വിടുന്നതായിരിക്കും. ഓക്കെ, വർക്ക്ഔട്ട് ആക്കാൻ നമ്മൾ പോകുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ആദ്യം എന്ത് സെറ്റ് ചെയ്യും? ആദ്യം നമുക്ക് ക്ലോറോഫോം സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് നമ്മുടെ വീഡിയോ തുടങ്ങിയാണ്. അപ്പം ഇതൊരിക്കലും റിയൽ അല്ല, ദിസ് ഈസ് ഓൺലി റീൽ. നിങ്ങൾ ആ രീതിയിൽ മാത്രം കാണുക. ഇതൊരു ചലഞ്ചാണ്. അപ്പൊ ഇനി തൊട്ട് ഫുള്ള് അഭിനയമാണ്. അഭിനയത്തിന്റെ എൻഡിലേക്ക് ടിസ്റ്റിടും. അവിടെയാണ് ശരിക്കും ചലഞ്ച് വരുന്നത്. എനിക്ക് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെല്ലാരും ഒരുമിച്ച് എന്നത്തെയും പോലെ തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ തുടങ്ങാല്ലേ? യെസ്. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with. Now they looking nervously, and I don't really care what you think of me respectfully. You can kick rocks if you think you're fucking better, see. I will outwork you, turn you to an enemy. Hurt you so bad that you're gonna need some therapy. I got the motherfucking recipe. I've been cooking up hits, I'ma leave a legacy. You'll be looking small when you're standing right next to me. I'm 5'10", bitch, but I'm 10 feet next to me. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want. You are under my custody. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ചെവിടത്തിയല്ല. ഞാൻ പറയുന്നത് അതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കസ്റ്റഡിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. പറയാൻ പറ്റുമോ? ഞാനൊരു ചലഞ്ച് തരട്ടെ? ഓക്കെ, നാക്കുളിക്കുകയാണ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഒരു 10 വട്ടം 10 പ്രാവശ്യം പറ. ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടും. പറഞ്ഞോളൂ, കറക്റ്റ് പറയണം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. പോയി റെഡ് ബൾബ് ബ്ലൂ പോയി. നോ അങ്ങനെ പറയല്ലോ. നോ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ് 10 പ്രാവശ്യം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്,
പോയി നെക്സ്റ്റ് എപ്പോഴാണോ നിങ്ങൾ റെഡി ആക്കുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളെ ഈ കസ്റ്റഡിയിൽ നിന്നും പുറത്തു വിടുകയുള്ളൂ. റെഡ് ബൾബ് നിങ്ങൾ ഫസ്റ്റ് റെഡി ആക്കും മിസ്റ്റർ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് കണ്ടിന്യൂ ചെയ്യൂ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കേ നോ ഒന്നുകൂടെ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണിക്കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണിക്കുരുമുളകുരുളും. തെറ്റി. വൺസ് മോർ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണിക്കുരുമുളകുരുളും. വൺസ് മോർ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണിക്കുരുമുളകുരുളും. 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 തണ്ടിരുളും തടിയുമേൽ ഒരു മണിക്കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തടിയുമേൽ ഒരു മണിക്കുരുമുളകുരുളും. ഓക്കെ മതി യു ആർ വിൻ. ഇത് കഴിഞ്ഞിട്ടൊന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തേ. യെസ് പറഞ്ഞോളൂ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലോടും അപരിചിതനെ ഞാൻ ഇടിക്കും. തണ്ടുരുളും അപരിചിതനായി വന്ന കോലം തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളകുരുളും പറയൂ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളകുരുളും. ഒന്നുകൂടെ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളകുരുളും. ഇത് എന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാം എന്റെ കൂടെ ഒരുപാട് പ്രോഗ്രാംസിൽ സ്റ്റേജ് പെർഫോമൻസിന് ഇവിടെ എന്റെ കൂടെ വരും. അപ്പോ ഞാൻ ഇത് പറയുന്നതും ഇത് ആൾക്കാരെ ഓഡിയൻസിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇവൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് കേട്ടാലും പറയാൻ എനിക്ക് പറ്റണം. അത് കണ്ടും കേട്ടും പഠിച്ച് ഇപ്പൊ കണ്ടും കേട്ടും പഠിച്ചല്ല. ഓക്കെ. നീ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കെട്ട് ഇപ്പോഴും അറിയത്തില്ലായിരുന്നു. അറിയത്തില്ലായിരുന്നല്ല, ഞാൻ അഴിക്കൂലായിരുന്നു എങ്കിൽ. ഈ വീഡിയോയുടെ അവസാനം വരെ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്ട്രേഞ്ചർ. യെസ്, അങ്ങനെ നമ്മുടെ ക്ലോറോഫോം ആക്ട് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ എന്തെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു മുട്ടി? നമ്മള് സ്ഥിരമായിട്ട് റീൽസ് ഒക്കെ അഭിനയിക്കുന്നതുകൊണ്ട് ഇതങ്ങ് സംഭവം സെറ്റായി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്ത ചലഞ്ച് ഇവള് അടിപൊളിയായിട്ട് പറഞ്ഞു തീർത്തു കേട്ടോ. ഒന്നുകൂടെ മൗത്ത് ടൈറ്റായി കെട്ടുമ്പോഴാന്ന് തോന്നുന്നു നന്നായി പറയാൻ കിട്ടുന്നത്. എന്നും കെട്ടേണ്ടതാണ്. നമുക്ക് ആ ഒരു സംഭവം ഇവളോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. നീ പറ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളകുരുളും പറ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു മണി കുരുമുളകുരുളും. എനിക്ക് മമ്മൂട്ടി ഇത് എപ്പം തൊട്ടേ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചത്? സത്യം പറഞ്ഞാ ഞാൻ ഈ സെന്റൻസ് തന്നെ ടീച്ചറിന്റെ കൂടെ പോയ പിന്നെയാട്ടോ പഠിച്ചത്. എനിക്ക് അത്രയും നാക്കുളുക്കി സംഭവം ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ ചലഞ്ചില് ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചല്ല. ആകെ അറിയുന്ന ഒരു ഗെയിം ഇത് മാത്രമേ ഉള്ളൂ. ഗെയിംസ് ആരോടെ അടുത്ത് പോയാലും ഈ ഒരു ടീച്ചറും ചെയ്യലുള്ളൂ. അതുകൊണ്ട് ഞാൻ കേട്ട് പഠിച്ച് അതങ്ങ് തഴപ്പിച്ചു കേട്ടോ. അതാണ്. അപ്പൊ ഇതാണ് ശേഷം നമ്മുടെ ഇന്നത്തെ ക്ലോറോഫോം ആക്ട് ചലഞ്ച്. അതിന്റെ ഇടയ്ക്ക് നടന്നതെല്ലാം ആക്ടിങ് ആണ് കേട്ടോ. ആക്ടിങ് ഉള്ളി അല്ലേ പറ്റി? സ്പ്രേ മാത്രം. അതെ, ക്ലോറോഫോം ഒന്നും എടുത്ത് മണപ്പിക്കരുത്. അതെ, ഇത് ഒരു ചലഞ്ചാന്ന് പറഞ്ഞിട്ട് ഇത് ക്ലോറോഫോം കൊണ്ട് മണത്തരുത്. നമ്മള് കാണിച്ചേക്കുന്ന പറഞ്ഞ സ്പ്രേ ആണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡി സ്പ്രേ ആണ് ഉപയോഗിച്ചേക്കുന്നത്. ജസ്റ്റ് അഭിനയം മാത്രമാണ് കേട്ടോ. അപ്പം ഇതൊരു ആ ഒരു രീതിയിലുള്ള ഒരു ചലഞ്ചും അതിനുശേഷം ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു ചലഞ്ച്. ആ രീതിയിൽ ഒരു ഫണ്ണായിട്ട് മാത്രം എടുക്കുക അല്ലെ? അഭിനയം മാത്രം. അതെ, ഇത് റീൽ മാത്രമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.